ഹലോ എവ്രി വൺ. നമ്മൾ BPAG 174 രണ്ട് ബ്ലോക്ക് കംപ്ലീറ്റ് ആക്കി. ഇന്ന് മൂന്നാമത്തെ ബ്ലോക്കിലുള്ള 8ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫുഡ് സെക്യൂരിറ്റി എന്നുള്ള യൂണിറ്റാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്താണെന്നുള്ളത് നമ്മൾ വീണ്ടും വീണ്ടും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ ഒരു ഇൻഡിക്കേഷനാണ്? എക്കണോമിക് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ ആയിട്ടുള്ള, എൻവയോൺമെൻറ്റൽ ആയിട്ടുള്ള ഈ മൂന്ന് വിഭാഗത്തിലുള്ള ഡെവലപ്മെൻറ്റിനെയാണ് ആകെ മൊത്തം നമ്മൾ എന്ത് പറയുന്നത്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. സാമ്പത്തികമായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് നമുക്ക് വേണം, അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് നമുക്ക് വേണം, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റിനൊരു ഹാംഫുൾ ആവാത്ത ഒരു നല്ല രീതിയിലുള്ളൊരു ഡെവലപ്മെൻറ്റ് നമുക്ക് ആവശ്യമാണല്ലേ. അപ്പം ഇതിൻ്റെ മൂന്നും ഇൻറ്റഗ്രേഷൻ ആണെന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ബട്ട് നമുക്കിവിടെ പഠിക്കാനുള്ളത് ഫുഡ് സെക്യൂരിറ്റിനെ കുറിച്ചിട്ടാണ് യൂണിറ്റിൽ പറയുന്നത്. എന്താണ് ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്? എന്താണെന്ന് ചോദിച്ചാൽ ചെറിയൊരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എല്ലാ ആളുകൾക്കും എല്ലാ ടൈമിലും ഒരുപോലെ എന്താണ് നല്ല ആരോഗ്യകരമായിട്ടുള്ള ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള നല്ല സേഫായിട്ടുള്ള നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം ലഭിക്കുന്ന ആ സാഹചര്യത്തിനെയാണ് എന്ത് പറയുന്നത്? ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇപ്പം ആ ഒരു നാട്ടിൽ ഫുഡ് സെക്യൂരിറ്റി ഉണ്ടെന്ന് പറയുമ്പം അവിടുത്തെ എല്ലാ ആളുകൾക്കും എല്ലാ സമയത്തും അവർക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസോട് കൂടിയിട്ടുള്ള ഭക്ഷണം എല്ലാവർക്കും അവിടെ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്നതാണ് എന്താണ് ഫുഡ് സെക്യൂരിറ്റി ഉണ്ടെന്ന് പറയുന്നത്. അപ്പം അതാണ് ഫുഡ് സെക്യൂരിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഭക്ഷ്യസുരക്ഷ എന്നുള്ളതാണ്. അപ്പം അത് എല്ലാ ആൾക്കാർക്കും എല്ലാ സമയത്തും ഒരുപോലെ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്ന ആ ഒരു സാഹചര്യത്തിനെയാണ് അത് പറയുന്നത് എന്ന് മാത്രം. അപ്പം അത് മനസ്സിലാക്കി വെക്കുക, കാരണം അതിനെ സംബന്ധിച്ചിട്ടാണ് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പറയാനുള്ളത്. ഇപ്പം നമുക്കറിയാം ഈ ഒരു ഫുഡ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ റൈറ്റ് ആണല്ലേ. അപ്പം അതില്ലാതെ ഒരാൾക്കും ജീവിക്കാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് ഈ ഒരു ഫുഡ് സെക്യൂരിറ്റിക്ക് വരുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അഥവാ നമ്മൾ എന്തൊക്കെ കാരണം കൊണ്ട് ഈ ഫുഡ് സെക്യൂരിറ്റി ഇല്ലാതാവാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടാകുമ്പം ഫുഡ് സെക്യൂരിറ്റിക്ക് സാധ്യത കുറവാണല്ലേ. കാരണം ആവശ്യമായിട്ടുള്ള റിസോഴ്സസുകൾ വളരെ കുറവായിരിക്കും. എന്നാൽ അതിനനുസരിച്ച് ആളുകൾ കൂടുകയാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ അത് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ആളുകൾക്ക് അത് തികയാതെ വരും. അങ്ങനത്തെ പല പ്രശ്നങ്ങൾ വരും. എന്തുകൊണ്ട്? പോപ്പുലേഷൻ ഗ്രോത്ത് കൊണ്ട്. അതുപോലെ തന്നെ എന്താണ് അതുപോലെ തന്നെ എന്താ പറയുക, നാച്ചുറൽ റിസോഴ്സസിൻ്റെ ഒക്കെ ഒരു ഷോർട്ടേജ്. അപ്പോൾ നാച്ചുറൽ റിസോഴ്സസ് ഇല്ലാതായാൽ അതിൻ്റെയൊക്കെ ഒരു ഓവർ യൂസ് കാരണം ഇങ്ങനെ ഒരു ഫുഡ് സെക്യൂരിറ്റി വരാം. അതുപോലെ തന്നെ നമ്മൾ അഗ്രികൾച്ചറായിട്ടുള്ള പ്രൊഡക്ഷനൊക്കെ കുറയുമ്പോൾ നമ്മുടെ ഈ ഒരു കൃഷികളും കാര്യങ്ങളൊക്കെ ഇല്ലാതാവുമ്പോഴും ഫുഡ് സെക്യൂരിറ്റി കുറയാം. അതുപോലെ തന്നെ എന്താണ് ക്രോപ്പ് ലാൻഡിൻ്റെ ഒക്കെ ഒരു ഷോർട്ടേജ്, നമ്മളെ ഭക്ഷ്യ കൃഷി ചെയ്യുന്ന അതിൻ്റെ ഒരു കുറവ് ഉണ്ടായാൽ തന്നെ ഭക്ഷ്യ കുറവുണ്ടാവില്ലേ. അപ്പം ഇതൊക്കെ കൂടുതലായിട്ടും വരിക ആർക്കും ചോദിച്ചാൽ ഡെവലപ്പിംഗ് കൺട്രീസിനാണ്. കൂടുതൽ ഈ പോഷകാഹാര കുറവൊക്കെ ഉള്ളത് ഫേസ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിനാണ്. ഒരുപാട് ആളുകൾ എന്താണ് ന്യൂട്രിയൻസ് ഇല്ലാത്ത ഭക്ഷണം ഇല്ലാതെ ഒരുപാട് കുട്ടികളും ഒക്കെ ഇന്ത്യൻ്റെ പല ഭാഗത്തായിട്ട് മരണപ്പെട്ടു പോകുന്നുണ്ട്. അപ്പം അതിനൊക്കെ ഈ ഒരു ഫുഡ് സെക്യൂരിറ്റി ഇല്ലാതാവുന്നത് അതിനൊക്കെ ഒരു കാരണമാണെന്നുള്ള പറയുന്നത്. അപ്പം ഇനി ഫുഡ് സെക്യൂരിറ്റി നേടാൻ നമ്മളെ മുന്നിലുള്ള ചാലഞ്ചസ് എന്താണെന്ന് ചോദിച്ചാൽ എന്താ, ഇപ്പം നമുക്ക് എന്തായാലും ഫുഡ് ഉണ്ടാക്കണം. അതായത് ഫുഡിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് കൂട്ടണമെങ്കിൽ അത് എൻവയോൺമെൻറ്റിനെ എന്തായാലും ഒരു ഹാംഫുള്ളായിട്ട് അത് ബാധിക്കും. നമുക്ക് എന്ത് രീതിയിലും ഫുഡ് പ്രൊഡക്ഷൻ കൂട്ടണമെങ്കിൽ അത് എൻവയോൺമെൻറ്റിനെ ഹാമായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. അത് ഒരു സത്യാവസ്ഥയാണ്. നമ്മൾ അതിനനുസരിച്ച് ടെക്നോളജീസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മളത് കൂട്ടുകയാണെങ്കിൽ അത് എന്തിനു ബാധിക്കും? അതെ, നമ്മുടെ എൻവയോൺമെൻറ്റിനെ ബാധിക്കും. അതൊന്നുമില്ല എങ്കിലും എന്താണ്, നമുക്കൊരു എക്കോളജിക്കലായിട്ടുള്ള ഒരു സസ്റ്റൈനബിലിറ്റി നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ചാലഞ്ചാണ്. നമ്മുടെ ഫുഡ് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു എക്കോളജിക്കൽ സസ്റ്റൈനബിലിറ്റി നിലനിർത്തി പോരുക എന്നുള്ളതും നമ്മുടെ മുന്നിലുള്ളൊരു ചാലഞ്ചാണ്. നമ്മൾ ഡെവലപ്പിംഗ് കൺട്രീസ് ആയിട്ടുള്ള ഇന്ത്യയെ പോലുള്ള പല രാജ്യങ്ങളും ഫേസ് ചെയ്യുന്ന പ്രശ്നമാണിത്. അവർക്ക് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ പറ്റില്ല. വർദ്ധിപ്പിച്ചാൽ എന്താവും? അത് എൻവയോൺമെൻറ്റിന് ഹാംഫുൾ ആവും. എന്നാൽ നല്ല രീതിയിലുള്ള ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് അവർക്ക് മുന്നോട്ട് അവലംബിക്കാനും പറ്റില്ല. ആ ഒരു പ്രോബ്ലം നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ എപ്പോഴും ഫേസ് ചെയ്യുന്ന സംഭവമാണ്. അതാണ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു ഫുഡ് സെക്യൂരിറ്റിൻ്റെ ഭാഗത്ത് നമുക്ക് പറയാനുള്ളത്. then രണ്ടാമത് പറയുന്നത് കോൺസെപ്റ്റ് ഓഫ് എവല്യൂഷൻ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ്. ഇപ്പം അതിൽ പറയുന്നത് കോൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഇപ്പം നമുക്ക് ഡെവലപ്മെൻറ്റ് എന്താണെന്നുള്ളത് അറിയാലോ. അപ്പം ഈ ഒരു ഡെവലപ്മെൻറ്റ് തന്നെ രണ്ട് മെയിനായിട്ടുള്ള ഐഡിയ പറയുന്നത് എന്താ ചോദിച്ചാൽ, അതിൽ ഒന്നാമത് പറയുന്നത് കൺസെപ്റ്റ് ഓഫ് നീഡ്സ് എന്നുള്ളതാണ്. അപ്പം നമ്മുടെ പാവപ്പെട്ട ആളുകൾക്ക് അവർക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള അവരുടെ നീഡുകൾ ഫുൾഫിൽ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഡെവലപ്മെൻറ്റ്, അഥവാ അവിടെ ഡെവലപ്മെൻറ്റ് ഉണ്ടെന്ന് പറയുമ്പം അതിൽ ഒന്നാമതായിട്ട് നമുക്ക് വേണ്ട ഒരു ഐഡിയ എന്ന് പറയുന്നത് അവിടെ പാവപ്പെട്ട ആളുകളുണ്ടാവും. അവർക്ക് അവരുടേതായിട്ടുള്ള അവരുടെ അത്യാവശ്യ കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യുക എന്നുള്ളത് കൺസെപ്റ്റ് ഓഫ് നീഡ്സ് എന്ന് പറയുന്നത്. അവരുടെ ഫുൾഫിൽ ഓഫ് എസെൻഷ്യൽ നീഡ്സ് ഓഫ് ദ പുവർ എന്നുള്ളതാണ്. രണ്ടാമത്തെ ഐഡിയ എന്ന് പറയുന്നത് എന്താണ്? ഐഡിയ ഓഫ് ലിമിറ്റേഷൻ ആണ്. കാരണം എന്താണ്, എല്ലാവർക്കും അഥവാ നമ്മുടെ റിസോഴ്സുകൾ എപ്പോഴും എന്താണ്, സ്ഥിരമാണ്. പക്ഷെ അവർക്ക് അത് എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു അത് എൻവയോൺമെൻറ്റൽ ലിമിറ്റ് ഉണ്ട്. അതിന് എൻവയോൺമെൻറ്റൽ പരമായിട്ടുള്ള ലിമിറ്റ് ഉണ്ട്. അതെല്ലാവർക്കും റിസോഴ്സുകൾ എത്തിക്കുക എന്നുള്ളത്. അപ്പം ഈ ഒരു രണ്ട് കാര്യങ്ങളാണ് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു മെയിൻ ഐഡിയ ആയിട്ട് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങളും നമ്മളെന്താണ് എപ്പോഴും അതിന് പുറകിലേക്കായിരിക്കും. ഇത് രണ്ടും നമുക്ക് എന്താ ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത കാര്യമായിട്ടാണ് അതിൽ പറയുന്നത്.
നമ്മുടെ ടെക്സ്റ്റിൽ അതിൻ്റെ നേരെ താഴെ പറയുന്നുണ്ട് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ 3 ന്യൂ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് അഥവാ ഒരു കോർ എലമെൻറ്റ്സ് എന്നുള്ള രീതിയിൽ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ അതിന് ബന്ധപ്പെട്ട 3 എലമെൻറ്റ്സ് ആണ് പറയുന്നത്, കോർ ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് മ്യൂച്വാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഹ്യൂമൻസും അതുപോലെ തന്നെ നേച്ചറും നമ്മുടെ എൻവയോൺമെൻറ്റും ഒരുപോലെ കണക്റ്റഡ് ആണ് അല്ലേ. അപ്പം അത് ഒരാൾ ഇത് ചെയ്യുമ്പം അത് അതിനെയും ബാധിക്കും, അത് ചെയ്യുമ്പം ഇതിനെയും ബാധിക്കും എന്നുള്ളതാണ്. അപ്പം നമ്മൾ പീപ്പിൾ എന്താണ് എൻവയോൺമെൻറ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പം അത് കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പം നമ്മുടെ ആക്ടിവിറ്റി ആരെ ബാധിക്കും? എൻവയോൺമെൻറ്റിനെ ബാധിക്കും. അപ്പം അതിങ്ങോട്ടും അങ്ങോട്ടും എന്താണ് ഇൻ്റർ റിലേറ്റഡ് ആണ് എന്നുള്ളതാണ് അത് മ്യൂച്വാലിറ്റിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ സസ്റ്റൈനബിലിറ്റി നമുക്കറിയാലോ. സസ്റ്റൈനബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ റിസോഴ്സസും എല്ലാം നല്ല സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു സമത്വരിതമായിട്ടുള്ള ഒരു ഉപയോഗം, അതിനെയാണ് എന്ന് പറയുന്നത് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ കെയർഫുൾ ആയിട്ട് നമ്മളത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അത് എങ്കിൽ മാത്രമേ ഒരു ലോങ് റണ്ണിന് അത് സാധ്യമാക്കൂ എന്നുള്ളതാണ് അതിൽ പറയുന്നത്. ദെൻ മൂന്നാമത് പറയുന്നതാണ് ഇൻറ്റിഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇൻറ്റിഗ്രേഷൻ എന്ന് പറയുമ്പം ഒരു സമന്വയത്വം അഥവാ നമുക്കറിയാം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്തിൻ്റെയൊക്കെയോ ഭാഗമാണ് നമ്മുടെ എക്കണോമിക്കലായിട്ടുള്ള, സോഷ്യലായിട്ടുള്ള, എൻവയോൺമെൻറ്റൽ ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റിനെയാണ് എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഈ 3 കാര്യങ്ങളും ഒരുമിച്ച് ഇൻറ്റിഗ്രേറ്റ് ചെയ്താൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് സാധ്യമാവൂ. ഈ ഒരു 3 കോർ എലമെൻറ്റ്സ് ആണ് അതിൽ പറയുന്നത്. ദെൻ പിന്നീട് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നതാണ് ഇവാലുവേഷൻ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. എങ്ങനെയൊക്കെയാണ് ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഉരുത്തിരിഞ്ഞ് വന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു കൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എങ്ങനെ ഉണ്ടായി എന്നുള്ളതിൽ 4 ആയിട്ടുള്ള മെയിൻ ഇവൻറ്റ്സ് പറയുന്നുണ്ട്. ഈ സംഭവങ്ങളിലൂടെയൊക്കെയാണ് നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള ആ ഒരു പദം ഉണ്ടായതും അതിന് ആസ്പദമാക്കിയിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ ഉണ്ടായത് എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഈ ഒരു ഇവല്യൂഷൻ എന്ന് പറയുമ്പം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എങ്ങനെയൊക്കെ ഉണ്ടായി, അത് എങ്ങോട്ടെത്തി എന്നുള്ള നമ്മുടെ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അതിൽ 4 കാര്യങ്ങളാണ് പറയുന്നത്. പെട്ടെന്ന് പറഞ്ഞു ഇതൊക്കെ ഒരു വട്ടം 2, 3 വട്ടമൊക്കെ പറഞ്ഞു പോയിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ടാണ് ഫസ്റ്റ് പറയുന്നതാണ് എന്താണ് യുണൈറ്റഡ് നാഷൻസ് കോൺഫറൻസ് ഓൺ ദ ഹ്യൂമൻ എൻവയോൺമെൻറ്റ് 1972 ഫസ്റ്റായിട്ട് എന്തിനുള്ളത് ഈ എൻവയോൺമെൻറ്റൽ പരമായിട്ടുള്ള ഫസ്റ്റത്തെ ഒരു യുണൈറ്റഡ് നാഷൻസിൻ്റെ ഒരു കോൺഫറൻസ് ഉണ്ടാവുന്നതല്ലേ. അപ്പം അതിൽ നമുക്കറിയാം ആരായിരുന്നു? സ്റ്റോക്ക്ഹോം. അദ്ദേഹമാണ് ഈ ഒരു വേർഡ് കൂടുതലായിട്ടും അതിനെ പോപ്പുലറൈസ് ചെയ്ത് അത് ഉപയോഗിക്കാനുള്ളൊരു ഇത് ഉണ്ടാക്കി കൊടുത്തത് അദ്ദേഹമാണ്. അപ്പം അതിലാണ് ഫസ്റ്റായിട്ട് ഇവർ എന്താണ് എൻവയോൺമെൻറ്റ് എത്രത്തോളം നമുക്ക് പ്രാധാന്യമുണ്ട് എന്നുള്ളത് കാണിച്ചു തന്ന ഫസ്റ്റത്തെ ഒരു കോൺഫറൻസ് ആണ് 1972 നടന്ന യുണൈറ്റഡ് നാഷൻസ് കോൺഫറൻസ്. അപ്പം 1972 ഫസ്റ്റ് ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു വേർഡ് ഉരുത്തിരിഞ്ഞാദ്യമായിട്ട് വരുന്നത് എന്നുള്ളതാണ്. പിന്നെ അതിന് ശേഷമാണ് രണ്ടാമത് വേൾഡ് കമ്മീഷൻ ഓൺ എൻവയോൺമെൻറ്റൽ ആൻഡ് ഡെവലപ്മെൻറ്റ് 1983 ഉണ്ടായിട്ടുള്ള രണ്ടാമത്തെ കോൺഫറൻസ്. ഇതിലാണ് 1983 ആരുണ്ടായത്? നമ്മുടെ ഒരു കമ്മീഷൻ വെക്കുകയാണ്. എന്തിനെ കുറിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ വെക്കുകയാണല്ലേ. അപ്പം ആ കമ്മീഷൻ നിയോഗിച്ചത് 1983 ആ കമ്മീഷൻ ഉണ്ടായതെങ്കിലും 1987 അവർ കോമൺ ഫ്യൂച്ചർ എന്നുള്ള രീതിയിലുള്ള ആ ഒരു കമ്മീഷൻ ഒരുപാട് റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ സമർപ്പിക്കുന്നത്. അപ്പം 1983 രണ്ടാമത്തെ കോൺഫറൻസ് ആണ് ഇതിന് രണ്ടാമത്തെ നാഴികക്കല്ലായിട്ട് അറിയപ്പെടുന്നത്. ദെൻ മൂന്നാമത് പറയുന്നത് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ള 1992 ഉണ്ടായിട്ടുള്ള എർത്ത് സമ്മിറ്റ്. 1992 എർത്ത് സമ്മിറ്റ് മൂന്നാമതായിട്ട് പറയുന്നത്. അപ്പം ഇതൊക്കെ എന്താണ് എൻവയോൺമെൻറ്റൽ പരമായിട്ടുള്ള എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ലൈഫിൽ എത്രത്തോളം എൻവയോൺമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമുക്ക് കാണിച്ചു തരുന്ന ഓരോ കോൺഫറൻസ് ആണ് കേട്ടോ ഇത് പറയപ്പെടുന്നത്. ഇതാണ് ഏറ്റവും വലിയൊരു മൈൽ സ്റ്റോൺ ആയിട്ട് അറിയപ്പെടുന്നത് ഈ ഒരു എർത്ത് സമ്മിറ്റിനെയാണ് കേട്ടോ. ദെൻ നാലാമത് പറയുന്നത് വേൾഡ് സമ്മിറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് 2002 2002 അഥവാ 1992 ശേഷം 10 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആ ഒരു സമ്മിറ്റ് നടക്കുകയാണ്. റിയോ സമ്മിറ്റ് +10 എന്നുള്ളതാണ് ഇത് അറിയപ്പെടുന്നതല്ലേ. അപ്പം ഇതിൻ്റെയൊക്കെ മെയിൻ ഫോക്കസ് എന്തായിരുന്നു? ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എങ്ങനെയൊക്കെ പ്രാക്ടിക്കലായിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു സമ്മിറ്റിൻ്റെയൊക്കെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം അതാണ് ഈ ഒരു ഇവാലുവേഷൻ എന്ന് പറയുമ്പം അതിന് ഉരുത്തിരിഞ്ഞ് വരുന്ന നാൾവഴികൾ എന്നൊക്കെ പറയാം നമുക്ക്. അതാണ് ഇവിടെ ഈ ഒരു 4 കാര്യങ്ങൾ പറയുന്നത്. ദെൻ പിന്നീട് പറയുന്നത് മീനിങ് ആൻഡ് കൺസെപ്റ്റ് ഓഫ് ഫുഡ് സെക്യൂരിറ്റി എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു എന്താണ് ഫുഡ് സെക്യൂരിറ്റി എന്നുള്ളത്, അത് തന്നെയാണ് അതിൽ പറയുന്നത്. അപ്പം നമുക്കറിയാം അതിൻ്റെ ഒരു ഇവല്യൂഷൻ എന്ന് പറയുന്നത് പണ്ടൊക്കെ ഈ ഒരു ഫുഡ് സെക്യൂരിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഫുഡിൻ്റെ അവൈലബിലിറ്റി മാത്രമാണ്. അത് ഫുഡിൻ്റെ ഒരു സപ്ലൈ അത് മാത്രമാണ് ഫുഡ് സെക്യൂരിറ്റി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീടാണ് ഒരു ഫുഡ് മാത്രം പോരാ, അത് എന്തുകൂടെ വേണം? ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള അവർക്ക് ഹെൽത്തി നൽകുന്ന നല്ല ആക്സസ്, നമ്മുടെ ഫുഡ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള ഫുഡ് സേഫ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നമ്മുടെ ഫുഡിൻ്റെ പ്രിഫറൻസ് അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഹൗസ് ഹോൾഡ് ഫുഡ് സെക്യൂരിറ്റി ആണ് ഒന്നും കൂടി ബെറ്റർ, അല്ലെങ്കിൽ അതിനാണ് കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് നൽകേണ്ടത്
എന്നുള്ളത് പിന്നീടാണ് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യമൊക്കെ ഡെവലപ്മെൻറ്റ് ആണ് വേണ്ടത് എന്ന് വിചാരിച്ചു, എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആണ് എന്നത് വിചാരിച്ചു. പക്ഷേ പിന്നീട് എന്താണ് മനസ്സിലായത്, നമ്മുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് മാത്രം ലക്ഷ്യം വെച്ചാൽ എന്താണ് അവിടെ നശിച്ചു പോകുന്നത്, നമ്മുടെ എൻവയോൺമെൻറ്റാണ് അവിടെ നശിച്ചു പോകുന്നത് മനസ്സിലായി. അതുപോലെ തന്നെയാണ് ഈ ഫുഡ് സെക്യൂരിറ്റിൻ്റെ കാര്യം. ആദ്യമൊക്കെ എല്ലാവർക്കും ഫുഡ് മാത്രം മതി, എന്തെങ്കിലും ഒരു ഫുഡ്. പക്ഷേ പിന്നീടാണ് ഒരു ഫുഡ് മാത്രം പോരാ, അതെന്താണ് ആരോഗ്യപരമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് എപ്പോഴും ആക്സസ് ചെയ്യാൻ പറ്റുന്ന എന്താണ് നല്ല അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു ഹൗസ് ഹോൾഡ് ഫുഡ് സെക്യൂരിറ്റി എന്നുള്ള രീതിയിലേക്ക് അത് മാറുന്നത് എന്നുള്ളത്. അതാണ് അതിൻ്റെ ഒരു ഇവല്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഇന്നത്തെ കാലത്ത് നമുക്കറിയാം എന്താണ് ഒരു പ്രസൻറ്റ് ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് പീപ്പിൾ ഷുഡ് ഹാവ് എന്താണ് ഫിസിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ അല്ലെങ്കിൽ ഇക്കണോമിക്കൽ ആക്സസ് ടു ഫുഡ് ഫോർ ദ ഹെൽത്തി ലൈഫ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഡെഫിനിഷൻ എന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ പിന്നീട് ഇതിൽ പറയുന്ന കാര്യമാണ് ഫുഡ് ഇൻസെക്യൂരിറ്റി. ഇപ്പോൾ ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് മതിയാവുന്ന രീതിയിലുള്ള എല്ലാ സമയത്തും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡിനുള്ള ഒരു സാഹചര്യത്തിനാണ് ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഈ ഫുഡ് ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത് ദ ഷോർട്ടേജ് അല്ലെങ്കിൽ ദ ലാക്ക് ഓഫ് ആക്സസ് ഓഫ് ഫുഡ്, നമുക്ക് ഫുഡ് വാങ്ങാൻ കഴിയാതിരിക്കുക അല്ലെങ്കിൽ ഫുഡ് കിട്ടാതിരിക്കുക, അതിൻ്റെ ഒരു ഷോർട്ടേജ്, അതിനെയാണ് എന്ന് പറയുന്നത് ഫുഡ് ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പം ഫുഡ് ഷോർട്ടേജ് വരുമ്പോൾ എന്തുണ്ടാവും, അത് ഹങ്കറിന് കാരണമാവും അല്ലേ, അത് വിശപ്പുണ്ടാവാൻ കാരണമാവും. ഫുഡില്ലാതായാൽ എന്താണ് ആളുകൾക്ക് വിശന്ന് മരിക്കാൻ തുടങ്ങും, ആ ഒരു അവസ്ഥ വരും. അപ്പം ഈ ഫുഡ് ഇൻസെക്യൂരിറ്റിനെ കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. അപ്പം എന്തൊക്കെ കാരണങ്ങൾ അല്ലെങ്കിൽ അത് ഏതൊക്കെ തരത്തിൽ ടൈപ്സ് ഓഫ് ഫുഡ് ഇൻസെക്യൂരിറ്റി പറയുന്നുണ്ടതിൽ അതന്നെ പല തരത്തിലുള്ള ഫുഡ് ഇൻസെക്യൂരിറ്റീസ് പറയുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ക്രോണിക് ഫുഡ് ഇൻസെക്യൂരിറ്റി, അഥവാ ഒരു ലോങ് ടേം ആയിട്ടുള്ള ഷോർട്ടേജ് ഓഫ് ഫുഡ്. നമുക്ക് ഒരുപാട് കാലം നമുക്ക് ഫുഡിൻ്റെ ഷോർട്ടേജ് വരുന്നത് മൂലം ഉണ്ടാവുന്ന ഒരു ഇതാണെന്ന് പറയുന്നത് ക്രോണിക് ഫുഡ് ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇപ്പം പോവർട്ടി കാരണമോ അല്ലെങ്കിൽ ലോ ഇൻകം, തീരെ വരുമാനം ഇല്ലാത്തത് കാരണമോ നമുക്ക് കുറേ കാലമായിട്ട് ഫുഡ് കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥയാണെന്ന് പറയുന്നത് ക്രോണിക് ഫുഡ് ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത്. അതുപോലെ രണ്ടാമത് പറയുന്ന വിഭാഗമാണ് ട്രാൻസിറ്ററി ഫുഡ് ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഒരു ടെമ്പററി ആയിട്ടുള്ളൊരു ഫുഡ് ഷോർട്ടേജ്, നമ്മുടെ നാച്ചുറൽ എന്തെങ്കിലും ഡിസാസ്റ്റർ ഉണ്ടാവും, എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ഫുഡിൻ്റെ ഷോർട്ടേജ്, അതിനെയാണെന്ന് പറയുന്നത് ട്രാൻസിറ്ററി ഫുഡ് ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത്. മൂന്നാമത് പറയുന്നത് സീസണൽ ഫുഡ് ഇൻസെക്യൂരിറ്റി, അഥവാ നമ്മുടെ റിപ്പീറ്റഡായിട്ടുള്ള ഫുഡ് ഷോർട്ടേജ്, അഥവാ ഈ ഓരോ സീസൺ ഇങ്ങനെ മാറി മാറി വരുമ്പം വരുന്ന ഒരു, ഇപ്പം കാശ്മീരികൾക്കൊക്കെ എന്താണ് ഈ മഞ്ഞുകാലത്ത് അവർക്ക് കൃഷി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇല്ല, അപ്പം എല്ലാ ഒരു മഞ്ഞുകാലത്തും അവർക്ക് എന്താണ് ചിലപ്പം ഫുഡിൻ്റെ ഷോർട്ടേജ് വരും. അപ്പോൾ അതുപോലെയുള്ള ഒരു സീസണൽ ആയിട്ടുള്ള സീസണിൽ മാത്രം വരുന്ന ഒരു ഫുഡിൻ്റെ ഷോർട്ടേജിനെയാണ് എന്ന് പറയുന്നത് സീസണൽ ഫുഡ് ഇൻസെക്യൂരിറ്റി എന്നതുകൊണ്ട്. അപ്പം ഒരു ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടും അങ്ങനെ വരും. അതുപോലെ തന്നെ ഈ ക്രോപ്പിംഗ് പാറ്റേൺസ്, ഓരോ കൃഷി ചെയ്യുമ്പം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഉപയോഗിക്കും. അപ്പം അതിൻ്റെ ഒരു മാറ്റങ്ങൾ കൊണ്ടിട്ടും ഈ ഒരു സംഭവം ഉണ്ടാവാം എന്നുള്ളതാണ് പറയുന്നത്. ദെൻ പിന്നീട് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നത് ഡയമെൻഷൻസ് ഓഫ് ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നുണ്ട്. ഇത് പറയുമ്പം ഈ ഒരു 4 പോയിന്റ്സ് ഇതിൽ പറയുന്നുണ്ട്, 4 ഡയമെൻഷൻസ് ആയിട്ട് പറയുന്നുണ്ട്. ഇത് ഒരു കോമ്പണൻസ് ആയിട്ടാണ് പറയുന്നത് കേട്ടോ. ഈ ഒരു 4 കാര്യങ്ങളും ഫുഡ് സെക്യൂരിറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് വേണം. ഇത് 4 ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു ഫുഡ് സെക്യൂരിറ്റി അവിടെ ഉണ്ടെന്നുള്ളത് നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റുള്ളൂ. അതിൽ ഒന്നാമത്തെ പറയുന്ന കാര്യം ഫുഡ് പ്രൊഡക്ഷൻ ആൻഡ് അവൈലബിലിറ്റി എന്നുള്ളതാണ്. അപ്പം നമുക്കറിയാം എല്ലായ്പ്പോഴും ആവശ്യത്തിന് ഫുഡ് ഉൽപ്പാദിപ്പിക്കാനും അത് ലഭ്യമാക്കുകയും വേണം, എങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള ഫുഡ് സെക്യൂരിറ്റി അവിടെ ഉണ്ടാവുള്ളൂ. അപ്പം ഇത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഫുഡ് പ്രൊഡക്ഷൻ, നല്ല രീതിയിലുള്ള ഫുഡ് പ്രൊഡക്ഷൻ അവിടെ വേണം. അതുപോലെ തന്നെ റെയിൻഫോൾ, ആവശ്യത്തിനുള്ള വെള്ളം കിട്ടും വേണം, എങ്കിൽ അതൊരു എന്താവാനും പാടില്ല, ഓവറായിട്ടുള്ള വെള്ളം വന്നാൽ അത് നശിച്ചു പോകാനും പാടില്ല. അപ്പം ആ രീതിയിലുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള റെയിൻഫോൾ വേണം. അതുപോലെ തന്നെ ഗവൺമെൻറ് പോളിസീസ് നല്ല രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള പോളിസീസ് അവർക്ക് വേണം. അതുപോലെ തന്നെ ഫുഡിൻ്റെ സ്റ്റോക്കും അതുപോലെ ട്രേഡിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഫുഡിൻ്റെ ഒരു അവൈലബിലിറ്റി നിൽക്കുന്നത്. അപ്പം ഒന്നാമത്തെ കാര്യം ഫുഡ് അവൈലബിലിറ്റി, എല്ലായ്പ്പോഴും ആവശ്യത്തിന് ഫുഡ് ഉൽപ്പാദിപ്പിക്കുകയും അത് ആളുകൾക്ക് ലഭ്യമാക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഫുഡ് ആക്സസ് എന്നുള്ളതാണ്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. കാരണം നമുക്കറിയാം ഫുഡ് ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ലാതെ ആളുകളിലേക്ക് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഫുഡ് ആയിരിക്കണം അത്, അവർക്ക് വാങ്ങാൻ പറ്റുന്ന അല്ലെങ്കിൽ അവർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള വിലയും കാര്യങ്ങളും മാത്രമേ ആ ഒരു ഫുഡിന് ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പം അത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും, അവരുടെ ഇൻകം, ആളുകൾക്ക് അവരുടെ ഇൻകത്തിനനുസരിച്ച്, അതുപോലെ തന്നെ അവരുടെ പർച്ചേസിങ് പവർ, അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ, മാർക്കറ്റിൻ്റെ ആക്സസ്, ഇതിനൊക്കെ അനുസരിച്ചിട്ട് ഈ ഒരു ഫുഡിൻ്റെ ആക്സസും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും എന്നുള്ളത്. അപ്പം അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം എന്നുണ്ടാവേണ്ടത്, അഫോർഡബിൾ ആയിട്ടുള്ളൊരു രീതിയിലായിരിക്കണം ഫുഡ് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ്. ദെൻ മൂന്നാമത് പറയുന്നത് ഫുഡ് യൂട്ടിലൈസേഷൻ പറയുന്നുണ്ട്, അഥവാ ഒരു പ്രോപ്പർ യൂസ് ഓഫ് ഫുഡ് ഫോർ ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത്. എന്തെങ്കിലും ഒരു ഫുഡല്ല, അവർക്ക് ന്യൂട്രീഷൻസും ഹെൽത്തും ഉറപ്പ് വരുത്തുന്ന ഫുഡാണ് അവർക്ക് വേണ്ടത്. അപ്പം അത് എന്തിനാ ഡിപ്പെൻഡ് ചോദിച്ചാൽ ഒരു ഫുഡ് പ്രിപ്പറേഷൻ, അതുപോലെ തന്നെ ക്ലീൻ ആയിട്ടുള്ള വാട്ടർ, സാനിറ്റൈസേഷൻ, ഹെൽത്ത് കെയർ, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അതുപോലെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ്, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഫുഡ് യൂട്ടിലൈസേഷൻ വരുന്നത്. അവർക്ക് ഫുഡ് മാത്രമല്ല, അവർക്ക് ആരോഗ്യകരമായിട്ടുള്ള ഫുഡ് എത്തിക്കുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ദെൻ അവസാനമായിട്ട് നാലാമതായിട്ട് പറയുന്നത് സ്റ്റേബിലിറ്റി ഫോർ ഫുഡ് സപ്ലൈസ്, അഥവാ നമുക്ക്
ഭക്ഷണം എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതിയോ? ഇല്ല. അതിനെന്ത് വേണം? ഒരു സ്ഥിരത വേണമല്ലോ. അപ്പോൾ സ്ഥിരമായിട്ടുള്ള ഒരു ഭക്ഷ്യ ലഭ്യത നമുക്ക് വേണം. അത് എന്തിനൊക്കെ അഫക്റ്റ് ചെയ്യും ചോദിച്ചാൽ നമ്മുടെ വെതർ കണ്ടീഷൻ അനുസരിച്ചിരിക്കും. അതുപോലെ തന്നെ പൊളിറ്റിക്കലായിട്ടുള്ള ഇൻസ്റ്റേബിലിറ്റി ഉണ്ടാകുമ്പം അങ്ങനെ ഫുഡ് സെക്യൂരിറ്റിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാകുമ്പം, ജോലി ഇല്ലായ്മയൊക്കെ ഉണ്ടാകുമ്പോഴേ, അതുപോലെ തന്നെ ഫുഡിൻ്റെ പ്രൈസൊക്കെ കൂടുമ്പോഴേ ഒക്കെ എന്താണ്, നമുക്ക് കറക്റ്റായിട്ട് ഫുഡിൻ്റെ ലഭ്യത കിട്ടിക്കൊള്ളണം എന്നില്ല. അപ്പം ഈ ഒരു ഈ 4 കാര്യങ്ങളും ഒരു ഫുഡ് സെക്യൂരിറ്റിയുടെ ഒരു കോമ്പണൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, ഡയമെൻഷൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു 4 കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഫുഡ് സെക്യൂരിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം ഈ 4 കാര്യങ്ങളും ശ്രദ്ധിക്കുക കേട്ടോ. ദെൻ പിന്നീട് നമ്മുടെ ടെക്സ്റ്റിലുള്ള ലാസ്റ്റ് ടോപ്പിക്ക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫുഡ് സെക്യൂരിറ്റി എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ ഈ ഫുഡ് സെക്യൂരിറ്റിയും തമ്മിലുള്ളൊരു കണക്ഷൻ അതാണ് പറയുന്നത്. ഇപ്പോൾ ഒരു പോപ്പുലേഷൻ കൂടുമ്പം അത് ഫുഡിൻ്റെ ഡിമാൻഡ് കൂടുകയല്ലേ. അപ്പം ആ രാജ്യത്ത് പോപ്പുലേഷൻ കൂടുമ്പം അത് ആളുകൾക്ക് എന്താണ്, ഫുഡിൻ്റെ ഡിമാൻഡ് കൂടുകയാണ്. കുറേ ആളുകൾക്ക് ആ ഫുഡ് എത്തിക്കണം, എന്നാൽ കറക്റ്റായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം അതെന്താണ്, ഫുഡിന് ഷോർട്ടേജ് ഉണ്ടാവാൻ കാരണമാവും. അതുപോലെ തന്നെ അഗ്രികൾച്ചറായിട്ടുള്ള പ്രൊഡക്ടിവിറ്റി അത് കുറയുമ്പോഴും പ്രശ്നം വരും, നമ്മുടെ ഈ ഒരു ഫുഡ് സെക്യൂരിറ്റിക്ക് പ്രശ്നം വരും. അതുപോലെ തന്നെ ഫുഡിന് ഷോർട്ടേജ് ഉണ്ടാകുമ്പം അത് മാൽന്യൂട്രീഷനും ഹങ്കർ തുടങ്ങിയിട്ടുള്ള ഇങ്ങനത്തെ പല അവസ്ഥകൾ ഉണ്ടാവാനും അത് കാരണമാവുന്നുള്ളതാണ്. അപ്പം എന്തുകൊണ്ട് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഫുഡ് സെക്യൂരിറ്റി നമുക്ക് വേണം എന്ന് ചോദിച്ചാൽ, നമുക്കൊരു ലോങ് ടേം ആയിട്ടുള്ള ഫുഡ് സെക്യൂരിറ്റി നമുക്ക് നിർബന്ധമാണ്. കാരണം അതെന്താണ്, എല്ലാവർക്കും എത്തിക്കുന്ന രീതിയിലുള്ള ഒരു ഫുഡ് സെക്യൂരിറ്റി നമുക്ക് വേണം. അതിനെന്താണ്, ഒരു ഫുഡ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യണം, നമുക്ക് ഇൻക്രീസ് ചെയ്യാം. പക്ഷേ അത് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ എൻവയോൺമെൻറ്റിനെ ഹാംഫുൾ ആവാത്ത രീതിയിലുള്ള നല്ല രീതിയിലുള്ളൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് എന്തിൽ വേണം, നമുക്ക് ഒരു ഫുഡ് സെക്യൂരിറ്റിയിൽ നമുക്ക് വേണം. എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ആളുകൾക്ക്, നമ്മുടെ പരിസ്ഥിതിയെ മോശപ്പെടുത്താത്ത രീതിയിൽ ആളുകൾക്ക് എല്ലാവർക്കും നല്ല രീതിയിലുള്ള പ്രൊഡക്ഷൻ കൂട്ടി അത് എല്ലാവർക്കും വിതരണം ചെയ്ത് അത് നല്ല രീതിയിൽ അവർക്ക് എത്തി എന്നുള്ളത് ഉറപ്പ് വരുത്താൻ നമുക്ക് പറ്റുള്ളൂ. അപ്പം ഇനി പറയുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ ഈ ഒരു ഫുഡ് സെക്യൂരിറ്റിയും അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റും തമ്മിലുള്ള അവരുടെ എന്താ പറയുക, ഒരു ബന്ധത്തിൽ വരുന്ന പ്രശ്നങ്ങളെയാണ് പറയുന്നത്. അതിൽ 5-6 പോയിന്റ്സ് പറയുന്നുണ്ട്. അപ്പം ആദ്യം ഗ്രീൻ റവല്യൂഷനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പം അതൊക്കെ ഓരോന്നിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് പറയുമ്പോൾ മനസ്സിലാവും. അപ്പം ഈ ഒരു ഫുഡ് സെക്യൂരിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റും തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെയൊക്കെയാണ് എന്നപ്പം എത്രത്തോളം അത് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ് എന്നുള്ള പ്രശ്നങ്ങളാണ് താഴെ പറയുന്നത് കേട്ടോ. അപ്പം ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു യൂണിറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. അപ്പം ഇത് എക്സാമിന് ചോദിക്കാനും ചാൻസ് ഉണ്ട്. അപ്പം ഇതെന്തായാലും ഈ ഒരു പോയിന്റ്സ് നമ്മൾ പഠിച്ചു വെക്കുക. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫുഡ് സെക്യൂരിറ്റിയിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന പോയിന്റ്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഇതിൽ ഫസ്റ്റ് പറയുന്നതാണ് ഗ്രീൻ റവല്യൂഷൻ. 1960-കളിലാണ് ഈ ഒരു ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് അവലംബിക്കുന്നത്. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ, ഫുഡ് പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ ഒരു ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ കൂടുതലായിട്ടും ഇമ്പോർട്ടൻ്റ് നൽകുന്ന ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൽ കൂടുതൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, നമ്മുടെ രാസവളങ്ങൾ, അതുപോലെ തന്നെ പെസ്റ്റിസൈഡ്സ്, കീടനാശിനികൾ, അതുപോലെ തന്നെ ഇതൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ എന്താണ്, ഈ പ്രാണികൾ, ചെറിയ ജീവജാലങ്ങളൊക്കെ ഉണ്ടല്ലോ, കൃഷികൾ നശിപ്പിക്കുന്ന അങ്ങനത്തെ സംഭവത്തിനൊക്കെ തുരത്തുക എന്നുള്ളതാണ്. അപ്പം അവർക്ക് പ്രൊഡക്ഷൻ കൂടുതലായിട്ട് കിട്ടും. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഈ ജലസേചന പരിപാടികൾ, യന്ത്രവൽക്കരണം, അതുപോലെ തന്നെ നമ്മുടെ ഈ ഉയർന്ന വിളവ് തരുന്ന കൃഷി തരത്തിലുള്ള വിത്തുകളുണ്ടല്ലോ. ഇപ്പം നമുക്കറിയാം, പണ്ടൊക്കെ തെങ്ങ് എന്നൊക്കെ പറയുമ്പോൾ 10, 12, 15 വർഷം കഴിഞ്ഞിട്ട് കഴിക്കും അത് കായ്ക്കാന്ന് പറയും. പക്ഷേ ഇന്ന് നമുക്ക് വാങ്ങുന്ന തെങ്ങിൻ്റെ തൈകളൊക്കെ 3 വർഷം കഴിയുമ്പോഴും 4 വർഷം കഴിയുമ്പോഴൊക്കെ കായ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള തെങ്ങുകളാണ് ഇപ്പോൾ നമുക്ക് അതിൻ്റെതാണ് വാങ്ങാൻ കിട്ടുക. അപ്പം അത് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു കാലഘട്ടത്തിലും പെട്ടെന്ന് ഒരുപാട് വിളവുകൾ തരുന്ന കൃഷി വിത്തുകളൊക്കെ ഇറക്കി എന്നുള്ളതാണ് ഈ ഒരു ഗ്രീൻ റവല്യൂഷൻ്റെ ഭാഗമായിട്ട്. അപ്പം അതൊക്കെ എന്തിനു സഹായിച്ചു, കൂടുതലായിട്ടുള്ള ഫുഡ് പ്രൊഡക്ഷൻ ഉൽപ്പാദിപ്പിക്കാനും അത് സഹായിച്ചു എന്നുള്ളത്. അപ്പം ഇതിലൂടെ എന്താ, അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി അവർക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ ഈ സ്റ്റാർവേഷൻ, വട്ടങ്ങളൊക്കെ അതില്ലാതാക്കാനൊക്കെ ഇതിനെക്കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു ഗ്രീൻ റവല്യൂഷൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷേ അതിൽ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ അതിൽ വന്നൊരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം എൻവയോൺമെൻറ്റലായിട്ടുള്ള ഡിഗ്രഡേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. കാരണം ഈ ഒരു മണ്ണിൽ കീടനാശിനികളും രാസവളങ്ങളൊക്കെ ഉപയോഗിക്കുമ്പം ആ മണ്ണിൻ്റെ ഫലപുഷ്ടത നഷ്ടപ്പെട്ടോ? ഇല്ലേ? അപ്പം ആ മണ്ണിൽ പിന്നീട് വല്ലതും കൃഷി ചെയ്താൽ അത് അതുപോലെ ഉണ്ടാവോ? ഇല്ല. അപ്പം ഒരു സ്ഥലത്ത് നമുക്കത് ഒരു പ്ലസ് ആണെങ്കിൽ അത് മറ്റൊരു സ്ഥലത്ത് എന്താണ്, ഏറ്റവും ബാഡായിട്ടുള്ള ഒരു ബാക്കിലേക്ക് അത് കാരണമായെന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു മണ്ണിലൂടെ ഒലിച്ചു പോകുന്ന ഈ ഒരു രാസവളങ്ങൾ കൂടിയിട്ടുള്ള മണ്ണിലൂടെ ഒലിച്ചു പോകുന്ന വെള്ളം എന്താണ്, ആ രീതിയിൽ മോശമാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പം അത് ഒരു വാട്ടർ പൊല്യൂഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അത് സാധിച്ചു. അതുപോലെ തന്നെ ആ ഒരു അവർ അവലംബിച്ച രീതി എന്ന് ചോദിച്ചാൽ, ഇപ്പം സാധാരണ ഒരു മെത്തേഡിൽ മണ്ണിൻ്റെ ഏറ്റവും ഒരു ഫലപുഷ്ടതയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യം എന്താണ്, കൃഷികൾ മാറ്റി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പം പയർ ഉപയോഗിക്കുമ്പോൾ അത് കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും കൃഷി ചെയ്യുക. അപ്പം അതിൻ്റെ ഫലപുഷ്ടത അതുപോലെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഇവരെന്താണ്,
ഒരുപോലെയുള്ള കൃഷികൾ മാത്രം അവലംബിച്ച് എന്താണ് ആ മണ്ണിൻ്റെ ഒരു ഏക കൃഷി രീതി കൊണ്ടുവന്നു. അപ്പം അതൊക്കെ മണ്ണിൻ്റെ ഒരു ഫലപുഷ്ടത നഷ്ടപ്പെടാൻ കാരണമായി എന്നുള്ളതാണ്. അപ്പം അതിലൂടെ ഒരുപാട് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഉണ്ടായി. അതുപോലെ തന്നെ ഇത് ചെറിയ ചെറിയ സ്മാൾ ആയിട്ടുള്ള ഫാർമേഴ്സിനൊക്കെ ഇത് വളരെയധികം ബാഡായിട്ട് ഇമ്പാക്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു ഏറ്റവും വലിയ ഡിസ്അഡ്വാൻറ്റേജ് ആയി നമുക്ക് ഈ ഒരു ഗ്രീൻ റവല്യൂഷനെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരു തരത്തിൽ നോക്കുമ്പോൾ അത് നല്ല പ്രൊഡക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും മറുതരത്തിൽ നോക്കുമ്പോൾ എൻവയോൺമെൻറ്റിൽ അതിൽ ബാഡായിട്ട് അത് ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമതായിട്ട് പറയുന്ന പോയിന്റാണ് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്നുള്ളത്. അതിൽ പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ ഗ്രീൻ റവല്യൂഷനെ കുറിച്ചിട്ട് പറഞ്ഞല്ലോ. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് ഈ ഒരു ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയിലും പറയുന്നത്. കാരണം അങ്ങനെയൊക്കെ പ്രൊഡക്ഷൻ കൂട്ടിയിട്ടുണ്ടെങ്കിലും അവരെ മണ്ണ് വെള്ളം എല്ലാം ബാഡായിട്ടുള്ളൊരു ഇമ്പാക്റ്റിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പം അത് കാരണം എന്തുണ്ടായി, ഒരുപാട് ബയോഡൈവേഴ്സിറ്റി നഷ്ടപ്പെട്ടു പോകാൻ അത് കാരണമായിട്ടുണ്ട്. അപ്പം നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയെ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിൽ ട്രഡീഷണൽ ആയിട്ട് അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ആശ്രയിച്ചിരുന്നത് എന്താണ്, ലോക്കലായിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസിനും അതുപോലെ തന്നെ പഴയ പരമ്പരാഗതമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കൃഷി അറിവുകളൊക്കെ ഉണ്ടല്ലോ അതിലൂടെ. അതുപോലെ തന്നെ ഈ കൃഷികൾ മാറ്റി മാറ്റി ഉപയോഗിക്കുക, നല്ല രീതിയിലുള്ള ഒരു ഫാമിംഗ് മെത്തേഡുകളൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു ഒരു എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ആയിരുന്നു നമ്മുടെ ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ഗ്രീൻ റവല്യൂഷൻ വന്നതോടുകൂടി എന്താണ്, നമ്മുടെ സോയിൽ ന്യൂട്രിയൻസ് ഇല്ലാതാക്കാൻ അതുപോലെ തന്നെ വൈവിധ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകാനൊക്കെ അത് ഒരു കാരണമായി എന്നുള്ളതാണ്. അപ്പം ഒരു കെമിക്കൽ അതുപോലെ തന്നെ ഇൻറ്റൻസീവ് ആയിട്ടുള്ളൊരു ഫാർമിങ് എന്തിന് കാരണമായി, നമ്മുടെ സോയിലും വാട്ടറും റിസോഴ്സും ഒക്കെ ഡാമേജ് ആക്കാൻ അത് കാരണമായി എന്നുള്ളതാണ്. അപ്പം അഥവാ നമുക്ക് ഇവിടെ എന്ത് ചേർത്ത് വായിക്കാം, ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ ഫുഡ് സെക്യൂരിറ്റി തമ്മിലുള്ള ഒരു റിലേഷനാണ് ഇവിടെ പറയുന്നത്. അഥവാ ഒരു അൺസസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു ഫാമിങ് എന്ത് കാരണമാക്കും, ഒരു ലാൻഡും വാട്ടറും അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റിയും മുഴുവൻ നശിച്ചു പോകാൻ എന്ത് കാരണമാകും, ഒരു അൺസസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഫാമിങ് കാരണമാകും എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ബയോഡൈവേഴ്സിറ്റി പോലും നഷ്ടപ്പെടാൻ അത് കാരണമാകും. എൻവയോൺമെൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഡീഗ്രഡേഷൻ എന്തിന് കാരണമാകും, ഫ്യൂച്ചർ ആയിട്ടുള്ള ഫുഡ് പ്രൊഡക്ഷൻ കുറക്കാൻ അത് കാരണമാകും. അപ്പം ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു ഫുഡ് സെക്യൂരിറ്റിക്ക് നമുക്ക് എന്ത് വേണം, ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിലൂടെ മാത്രമേ നമുക്ക് സാധ്യമാകൂ. ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിലൂടെ മാത്രമേ നമുക്ക് ഒരു ലോങ് ടേം ആയിട്ടുള്ള ഫുഡ് സെക്യൂരിറ്റി ഉണ്ടാക്കാൻ കാരണമാകൂ എന്നുള്ളത് തന്നെയാണ് ഇതിൽ പറയുന്നത്. അപ്പം ഈ ഓരോ പോയിന്റുകളും തമ്മിൽ എങ്ങനെ ബന്ധിപ്പിക്കണം നമ്മൾ, യെസ് ആ ഒരു റിലേഷൻഷിപ്പിനെയാണ് ബന്ധിക്കേണ്ടത്. അത് ഗ്രീൻ റവല്യൂഷൻ ആയിക്കോട്ടെ, ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ആയിക്കോട്ടെ, അവസാനം എന്ത് പറഞ്ഞു നോക്കണം നമ്മൾ, യെസ് ഒരു ലോങ് ടേം ആയിട്ടുള്ള ഫുഡ് സെക്യൂരിറ്റിക്ക് എന്ത് വേണം, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിലൂടെ മാത്രമേ നമുക്കത് സാധ്യമാവൂ എന്നുള്ളത് വേണം നമ്മൾ പറഞ്ഞു വെക്കാൻ. ദെൻ മൂന്നാമതായിട്ട് പറയുന്നത് ഡിപ്ലീഷൻ ഓഫ് ലൈഫ് സ്റ്റോക്ക് ആൻഡ് ഫിഷറീസ്. ഇതിൽ പറയുന്നത് നമുക്കറിയാം കന്നുകാലികൾ അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള മത്സ്യബന്ധനങ്ങൾ കൂടുതലായിട്ടും നമ്മുടെ ഈ ഒരു പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ കൂടുതൽ കാരണമാവുന്നുള്ളതാണ്. അപ്പം ഈ കന്നുകാലികളൊക്കെ കൂടുതലായിട്ട് വളർത്തുമ്പം അത് വലിയ അളവിൽ ഭൂമിയെ ഭക്ഷിക്കാൻ അത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പം അതൊക്കെ എന്താണ് എൻവയോൺമെൻറ്റിൽ കൂടുതലായിട്ട് മോശമായിട്ട് ബാധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഇൻഡസ്ട്രിയലൈസ് ആയിട്ട് കന്നുകാലികൾ വളർത്തുക, അതൊരു വാണിജ്യമായിട്ട് കന്നുകാലികൾ വളർത്തുന്നവരുണ്ട്. അപ്പം അതൊക്കെ എന്താണ് കൂടുതൽ മലിനീകരണം ഉണ്ടാക്കുന്നത്, ജലമലിനീകരണം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കറിയാം പന്നികളൊക്കെ വളർത്തുമ്പോൾ അതൊക്കെ അവർക്കൊക്കെ എന്താണ് നല്ല വെള്ളമാണ് അവർക്കൊക്കെ വേണ്ടത്, മോശമായിട്ടുള്ള വെള്ളമാണല്ലേ. അപ്പം അതൊക്കെ എന്താണ് ജലമലിനീകരണം ഉണ്ടാക്കാൻ അത് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല ആരോഗ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓവറായിട്ടുള്ള മത്സ്യബന്ധനങ്ങൾ, കടലിലുള്ള മത്സ്യത്തിൻ്റെ അളവ് കുറയാൻ അത് കാരണമാകുന്നുണ്ട്. അതൊക്കെ എന്താണ് പലതരത്തിലുള്ള മത്സ്യങ്ങളുടെ വംശനാശം ഉണ്ടാക്കാനും അത് കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം അതൊക്കെ എത്രത്തോളം അതിൽ ഇവരുടെ ഈ ഒരു ലൈഫ് സ്റ്റോക്കിൻ്റെ ഉപയോഗം അത് അല്ലെങ്കിൽ നമ്മൾ അതൊരു വളർത്തു രീതി എത്രത്തോളം അത് എൻവയോൺമെൻറ്റിനെ ബാഡായിട്ട് ബാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പോയിന്റിൽ ഇവിടെ പറയുന്നത്. ദെൻ പിന്നീട് പറയുന്നത് ഡിസേർട്ടിഫിക്കേഷൻ അഥവാ ഒരു മരുഭൂമിവൽക്കരണം. എങ്ങനെയാണ് മരുഭൂമിവൽക്കരണം ഉണ്ടാവുക, ഈ ഒരു പറഞ്ഞ രീതിയിലൂടെയൊക്കെയുള്ള കൃഷി രീതികൾ അവലംബിക്കുമ്പം അത് ആ ഒരു ഭൂമി, ആ ഒരു ലാൻഡ് പിന്നീട് ഒന്നിനും പറ്റാതാവുകയാണ്. അതിൻ്റെ ഒരു ബയോഡൈവേഴ്സിറ്റി നഷ്ടപ്പെട്ട് അതിൽ കൃഷി ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത് ആയി മാറുകയാണ് ചെയ്യുന്നത്. അത് പിന്നെ ഒന്നിനും പറ്റാത്തൊരു ഭൂമിയായിട്ട് ലാസ്റ്റ് എന്താണ് ഒരു ഡിസേർട്ടിൻ്റെ ഒരു ഫംഗ്ഷൻ മാത്രം തരുന്ന ഒരു ഭൂമിയായിട്ട് അത് മാറുക എന്നുള്ളത്. അതാണ് ഈ ഒരു ഡിസേർട്ടിഫിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം ഇത് വരൾച്ച കാരണം അങ്ങനെ വരാം, അതുപോലെ തന്നെ ലാൻഡിൻ്റെ ഒരു ഡിഗ്രഡേഷൻ കാരണം അങ്ങനെ വരാം, അതുപോലെ തന്നെ ഒരു അൺസസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഫാമിങ്, നേരത്തെ പറഞ്ഞ രീതിയിലുള്ള തരത്തിലുള്ള ഫാമിങ് കൃഷി രീതികളൊക്കെ അവലംബിച്ചാൽ എന്താണ് തീർച്ചയായിട്ടും ആ മണ്ണിന് ദോഷം വരുത്തുന്ന രീതിയിലായിരിക്കും അവസാനം ആ മണ്ണ് മാറുക. ആ മണ്ണ് പിന്നീട് അവസാനം ഒന്നുമില്ലാത്ത ഒരു ജൈവ വൈവിധ്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു കൃഷിക്ക് അനുയോജ്യമല്ലാത്ത ഒരു മണ്ണായിട്ട് അത് മാറി പിന്നീട് എന്താണ് വെറും ഒരു മരുഭൂമി മണ്ണ് പോലെ അത് മാറുമെന്ന്. ഇപ്പം നമ്മുടെ ആഫ്രിക്ക എന്നുപോലുള്ള പല രാജ്യങ്ങൾ ആഫ്രിക്കയിലുള്ള ആ ഭൂഖണ്ഡത്തിലുള്ള പല രാജ്യങ്ങളും ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നം അത് തന്നെയാണ്. എന്താണ് അവർക്കുള്ള ഡിസർട്ടിഫിക്കേഷൻ, അവരുടെ ഭൂമികൾ ഇപ്പോഴും പലതും എന്താണ് മരുഭൂമിയായി മാറാനുള്ള കാരണം അതാണ് എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് അത് വരൾച്ചയ്ക്കും എല്ലാത്തിനും അത് കാരണമാകുന്നു എന്നുള്ളതാണ്. ദെൻ പിന്നീട് പറയുന്ന അവസാനത്തെ പോയിന്റാണ് ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളത്. നമുക്കറിയാം ഒരു ക്ലൈമറ്റ് ചേഞ്ച് എങ്ങനെയൊക്കെ ഫുഡ് സെക്യൂരിറ്റിനെ ബാധിക്കും എന്നുള്ളത് അല്ലേ. അപ്പം കൂടുതലായിട്ട് വരുന്ന ഈ ഒരു അഥവാ എക്സ്ട്രീം ആയിട്ടുള്ള വെതറിൽ കൂടുതൽ ചൂട് വരുമ്പോഴും എന്താണ് ആ ഒരു കൃഷി വറ്റി വരണ്ട് പോകാനത് നശിച്ചു പോകാനത് കാരണമാവും. അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള വെള്ളം
കിട്ടുന്ന എന്താണ് കുത്തിയൊലിച്ച് പോയി കൃഷികളൊക്കെ നശിച്ചു പോകാൻ അത് കാരണമാകും. അതുപോലെ തന്നെ ചൂട് കാരണം എന്താണ് വരൾച്ച ഉണ്ടാവാം, ഡ്രോട്ട്സ് ഉണ്ടാവാൻ കാരണമാകും. അതുപോലെ ചൂട് എന്താണ് സീ ലെവൽ റൈസ് ചെയ്യാൻ അത് കാരണമാകും. ഇതൊക്കെ എന്താണ് അവർക്ക് ആവശ്യമായിട്ടുള്ള ലാൻഡുകൾ, കൃഷിക്ക് ആവശ്യമായിട്ടുള്ള എന്താ ക്രോപ്പ് ഈൽഡ്സ് കുറയാൻ അത് കാരണമാകും. നമ്മുടെ ലൈഫ് സ്റ്റോക്കിൻ്റെ ലോസിന് അത് കാരണമാകും. അപ്പം അവസാനം ഇതൊക്കെ എന്തിലേക്ക് എത്തും ചോദിച്ചാൽ അത് കൂടുതലായിട്ടുള്ള ഇൻക്രീസ് ആയിട്ടുള്ള മാൽ ന്യൂട്രീഷൻസും ഹങ്കറും ഒക്കെ ഉണ്ടാവാൻ അത് കാരണമാകും എന്നുള്ളതാണ്. അപ്പം ആഫ്രിക്കനെ പോലുള്ള റീജിയൻസ് ഒക്കെ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള റീജിയൻസ് ആണ് എന്തിനെ ക്ലൈമറ്റ് ചേഞ്ചിനെ സംബന്ധിച്ച്. അപ്പം ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ കൂടുതലായിട്ട് വരുന്ന ചൂടും കൂടുതലായിട്ട് വരുന്ന മഴയും എല്ലാം എന്താണ് കൃഷികൾ നശിച്ചു പോകാൻ അത് കാരണം. അപ്പോൾ നമുക്ക് എന്താണ് അവിടെ ഫുഡ് സെക്യൂരിറ്റി നഷ്ടപ്പെട്ടുകയാണ് ചെയ്യുന്നത്. അപ്പം അതൊക്കെ ഇന്റർ റിലേറ്റഡ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ ചെയ്ത് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ആ ഒരു പോയിന്റിനെ മനോഹരമാക്കി എഴുതിയെടുക്കുക എന്നുള്ളതാണ്. അപ്പം